നമസ്കാരം എല്ലാവർക്കും. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു ഫ്ലേക്ക് സീഡ്സ് കൊണ്ടൊരു സാലഡാണ്. ഫ്ലേക്ക് സീഡ്സ് കൊണ്ട് ഒരു സാലഡാണ്. ഫ്ലേക്ക് സീഡ്സ് എന്ന് പറഞ്ഞാൽ ചിന്ന വിത്ത് എന്ന് പറയും. അപ്പം അത് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷേ ഏറ്റവും ഗുണമുള്ള സാധനം ഒമേഗ ഫാറ്റി ആസിഡ് 3 ഉള്ള സാധനമാണ്. നമുക്ക് ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒമേഗ ഫാറ്റി ആസിഡ് 3 തന്നെയാണ്. അപ്പം അതും കൂടെ ഒമേഗ ഫാറ്റി ആസിഡ് 3 നമുക്ക് ശരീരത്തിന് അത്യാവശ്യമാണ്, മനസ്സിലാകും. അപ്പം ഇതാണ് ഫ്ലേക്ക് സീഡ്സ് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് വെച്ചൊരു സാലഡാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് പിന്നെ അതുപോലെ വന്നിട്ട് ഇത് ഹാങ് കേഡാണ്. നമ്മൾ കേഡ് വാങ്ങിച്ചിട്ട് നമ്മുടെ സാധാ മസ്ലിൻ ക്ലോത്തിൽ നല്ല തിന്നായിട്ടുള്ള ക്ലോത്തിൽ നമ്മൾ കെട്ടിയിട്ട് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ പോയി തിക്കായിട്ട് വരുന്ന ഇതാണ്. നമ്മൾ സാധാ തൈരാണ്, പുളിയില്ലാത്ത തൈരാണ് പ്രത്യേകിച്ച്. ഇത് ഉപ്പ്, പിന്നെ വന്നിട്ട് നമുക്ക് കുക്കുംബർ, പിന്നെ വന്നിട്ട് ക്യാരറ്റ്. അപ്പോൾ ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മൾ സിമ്പിളായിട്ടൊരു സാലഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വരും. നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് കണ്ടല്ലോ, നമ്മൾ ആദ്യം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് കുക്കുംബർ, പിന്നെ വന്നിട്ട് നമ്മുടെ ക്യാരറ്റാണ്. അപ്പോൾ നമ്മൾ കുക്കുംബർ നമ്മൾ പീൽ ചെയ്യുന്നില്ല, ക്യാരറ്റ് നമ്മൾ പീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ പീൽ ചെയ്യാം. പീൽ ചെയ്തിട്ട് നല്ലോണം പീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ് ചെറിയ റൗണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോകണം. ചെറിയൊരു കട്ടിക്കൽ കഷ്ണങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ കുക്കുംബറും ഇങ്ങനെ കട്ട് ചെയ്യാൻ പോകണം. ചെറിയ ചെറിയ റൗണ്ടായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്യാൻ പോകണം. അത് തൊലി നമ്മൾ കളയുന്നില്ലെന്നുള്ളൂ. അപ്പം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനെ മിക്സ് ചെയ്യുന്നു. അപ്പോൾ നല്ല ക്രഞ്ചി ആയിരിക്കുന്നതാണ്. നല്ല ക്രഞ്ചി ആയിട്ടുണ്ട്, ഫ്രഷാണ്, ക്രഞ്ചി ആയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ആ ഫ്ലേക്ക് സീഡ്സ് മിക്സ് കഴിഞ്ഞാൽ സാലഡായി. സിമ്പിളാണ്, വളരെ ഹെൽത്തിയും കൂടി. അപ്പോൾ നമ്മൾ നല്ല വെള്ളം അംശമൊന്നുമില്ല. അപ്പോൾ അതാണ് നമ്മുടെ തൈര്. ഇപ്പോൾ തുണിയിൽ ഇങ്ങനെ വെച്ചുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവില്ല. അതിനെ നമ്മളൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പം ബീറ്റ് ചെയ്തിട്ട് അപ്പം സിമ്പിളാണ്. ഉപ്പ്, അപ്പോൾ നമ്മൾ ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത് ഉപ്പാണ് കേട്ടോ. ഒരു ഇതൊന്ന് ഇത്രയ്ക്ക് ഉപ്പ് മതി. ഉപ്പ് വളരെ കുറച്ച് ഇട്ടാൽ നല്ലതാണ്. അപ്പം നമ്മൾ തൈര് നമ്മൾ ആഡ് ചെയ്യാൻ പോകണം. 1 2. അപ്പോൾ തൈര് നമ്മൾ പിന്നെ നമ്മളത് ബീറ്റ് ചെയ്യാൻ പോകണം. ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ സാധനം മിക്സ് ചെയ്യുന്നത്. അപ്പം വെയിറ്റോട് നമ്മൾ ആഡ് ചെയ്യാണ്. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അപ്പം നമ്മൾ ആഡ് ചെയ്യാണ്. ഇങ്ങനെ സ്ലോലി നമ്മൾ മിക്സ് ചെയ്യണം. അതിൻ്റെ എല്ലാം അതിനകത്തുള്ള സാലഡിന് അതിനകത്ത് സ്പൈസി ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. വളരെ കളർഫുള്ളായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനൊന്ന് പ്ലേറ്റിലോട്ട് നമ്മൾ ആഡ് ചെയ്യണം. പ്ലേറ്റിലോട്ട് നമ്മൾ അങ്ങനെ ആഡ് ചെയ്യണം. അതിനകത്ത് നമ്മൾ തൈരിൻ്റെയും ആ ഒരു കുക്കുംബറിൻ്റെ എല്ലാം വന്നിട്ട് നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് കഴിക്കാൻ പറ്റും കണ്ടല്ലോ. നല്ല തൈരിലൊക്കെ മിക്സ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ, നല്ല തൈരിലൊക്കെ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് കുറച്ച് ഗുണമുള്ള സീഡാണ്. ഇതിനെ നമ്മൾ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് അപ്പോൾ നമുക്ക് സാലഡായിട്ട് നിങ്ങൾ ഹോട്ട് ഇട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്കൊരു ഗാർണിഷ് കൊടുക്കാം. ഓക്കെ, ചെമ്പരത്തി വെച്ചിട്ട് നമുക്കൊരു ഗാർണിഷ് കൊടുത്തേക്കാം. ചെമ്പരത്തി പൂ വന്നിട്ടൊരു ഗാർണിഷ്. അപ്പോൾ നമ്മുടെ സാലഡ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടൊരു സാലഡാണ്. അപ്പം നമ്മുടെ ഫ്ലേക്ക് സീഡും പിന്നെ നമ്മുടെ സാലഡ് ഫ്ലാക്സ് സീഡ്സ്, പിന്നെ ക്യാരറ്റ്, കുക്കുംബറും തൈരും കൊണ്ട് സാലഡ് റെഡിയാണ്. അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ള സാലഡാണ്. അപ്പോൾ നമുക്ക് വലിയ എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും ഗുണമുള്ള സാധനമാണ്. ഫ്ലേക്ക് സീഡ്സ് ഒമേഗ ഫാറ്റി ആസിഡ് 3 ആണ് അടങ്ങിയിട്ടുള്ളത്. അപ്പം നമ്മളൊരു 40 ഏജ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 35 ഏജ് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനെ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ
അംശം അതല്ല, ബാക്കിയാണ് മരുന്ന്. പകുതി നമ്മളും പകുതി മരുന്നുമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സാലഡ്സ് നമ്മൾ ഫ്യൂച്ചറിൽ ഫുഡിനോടെയോ അല്ലെങ്കിൽ സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ എന്തായിട്ടും നിങ്ങൾ ഒരു മീലായിട്ടും വരെ കഴിക്കാൻ പറ്റുന്നതാണത്. അപ്പം ഫ്ലേക്സ് സീഡ്സ് വരുന്നുണ്ട്, തൈര് വരുന്നുണ്ട്, പിന്നെ ഉപ്പ് വരുന്നുണ്ട്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏത് വെജിറ്റബിളാണ് ഇടാം. അപ്പോൾ അതിനകത്ത് ഇടുന്നത് നമുക്ക് റോ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് ഇടാം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാനിട്ട് കുക്കുംബറും ക്യാരറ്റുമാണ് സുലഭമായിട്ട് എല്ലായിടത്തും കിട്ടുന്ന വെജിറ്റബിളാണ്. അപ്പോൾ ഇതിനകത്ത് ടേസ്റ്റ് ഞാൻ നോക്കിക്കളയാം. ആ ഫ്ലേക്സിൻ്റെ ക്രഞ്ചി, വെജിറ്റബിളിൻ്റെ ക്രഞ്ചി, തൈര്, ഉപ്പ് എല്ലാം കൂടെ നല്ല ടേസ്റ്റാണ്. സൂപ്പറാണ്, നന്നായിട്ട് വന്നിട്ടുണ്ട്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇതിനകത്തൊരിക്കലും ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടില്ല, ഭയങ്കര ഓവർ ടേസ്റ്റ് കിട്ടില്ല. പക്ഷേ ഇതിനകത്തുള്ള ടേസ്റ്റ് ഉണ്ട്. പക്ഷേ അതിനകത്ത് ഹെൽത്തിയാണ്. പ്രധാനം എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള സാലഡ് നമ്മൾ ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു എങ്ങനെയാണ്. ഇപ്പോൾ ഫ്ലേക്സ് സീഡ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പം ചുമ്മാ ഫ്ലേക്സ് കഴിക്കാൻ പറ്റില്ല. അപ്പം ഇതിനകത്ത് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫ്ലേക്സ് സീഡ്സും കൺസ്യൂം ചെയ്യും, വെജിറ്റബിളും കൺസ്യൂം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു